റമളാൻ 21 ഭാഗ്യനിർഭരമായ രാവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം റമളാനിലെ ഏറ്റവും പുണ്യമേറിയ അവസാന 10ലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ്. ഇന്ന് റമളാൻ 21 രാവാണ്. നരകത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു വാഗ്ദാനം ചെയ്ത നാളുകൾ. നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം നരയഫ് ലൈലത്തുൽ ഖദർ മൈനസ് അത് പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ഒറ്റപ്പെട്ട രാവുകൂടിയാണ് ഇന്ന്. ഈ രാത്രിയുടെ പ്രത്യേകതകളും നാം നിർവഹിക്കേണ്ട കർമ്മങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. 21 രാവിന്റെ പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റമളാനിലെ അവസാന 10ലെ ഒറ്റപ്പെട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ തിരയുക. പല ഹദീസുകളിലും 21 രാവിനെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇഅ്തികാഫിരുന്നപ്പോൾ 21 രാവിന്റെ പുലർച്ചെ നനഞ്ഞ മണ്ണിൽ സുജൂദ് ചെയ്തതായി ചരിത്രത്തിൽ കാണാം. അതിനാൽ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയോടെ ആരാധനകളിൽ മുഴുകേണ്ട രാത്രിയാണിത്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. ഈ രാത്രിയിൽ നാം ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദുആ ഏതാണ്? വിശ്വാസികളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിക്ക് പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അർത്ഥം: അല്ലാഹുവേ, നീ മാപ്പു നൽകുന്നവനാണ്, മാപ്പു നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ എനിക്ക് നീ മാപ്പു നൽകണമേ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് നാം ചോദിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവന്റെ പൊരുത്തവും മാപ്പുമാണ്. ഈ രാത്രിയിൽ കണ്ണുനീരോടെ ഈ പ്രാർത്ഥന നാം ആവർത്തിച്ചു ചൊല്ലുക. 4. പ്രധാനപ്പെട്ട മറ്റ് ദിക്റുകളും സൂറത്തുകളും. ഈ രാത്രി വെറുതെ ഉറങ്ങിത്തീർക്കാനുള്ളതല്ല. നാം പതിവാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. സൂറത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറയുന്ന ഈ സൂറത്ത് അർത്ഥം ഗ്രഹിച്ച് പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതുക. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വ അത്തൂബു ഇലൈഹി എന്ന് 100 കണക്കിന് തവണ ചൊല്ലുക. നരകമോചനത്തിന്റെ 10ആയതുകൊണ്ട് പാപമോചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ രാവിനെ ധന്യമാക്കുക. 5. പ്രായോഗികമായി ചെയ്യേണ്ട നന്മകൾ. ആരാധനകൾക്കൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. 1. ഇശാ സുബ്ഹി ജമാഅത്ത്. ഈ 2 നിസ്കാരങ്ങളും പള്ളിയിൽ ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവൻ ആരാധന ചെയ്ത പ്രതിഫലം ലഭിക്കും. 2. ദാനധർമ്മം, സദക. ഇന്ന് രാത്രി ഒരു ചെറിയ തുകയെങ്കിലും പാവപ്പെട്ടവർക്കോ പള്ളിക്കോ വേണ്ടി നീക്കിവെക്കുക. അത് ലൈലത്തുൽ ഖദറിലാണെങ്കിൽ 83 വർഷം ദാനം ചെയ്ത പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നുചേരും. 3. കുടുംബത്തെ ഉണർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തെ ഈ രാത്രികളിൽ ആരാധനയ്ക്കായി വിളിച്ചുണർത്തുമായിരുന്നു. നമ്മളും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഈ പുണ്യത്തിൽ പങ്കാളികളാക്കുക. സുഹൃത്തുക്കളെ, അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരവസരമാണിത്. ഒരുപക്ഷേ അടുത്ത വർഷം ഈ പുണ്യമാസം കാണാൻ നമ്മൾ ഉണ്ടായെന്നു വരില്ല. അതുകൊണ്ട് ഈ 21 രാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാവരും ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.